ഇന്ന് നമ്മളൊരു വിചിത്രമായൊരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് വിശദമായിട്ട് കേൾക്കണം. നിങ്ങൾക്ക് കുറച്ച് ചിരിക്കാം. ഒരു സിനിമ, 2 സിനിമാ നടന്മാരുടെ കഥയാണ് നമ്മളൊന്ന് പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റഡി അല്ലേ? ആദ്യത്തെ നടൻ്റെ പേര് സിദ്ദിഖ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് കേട്ടോ. സിദ്ദിഖ് ഇല്ലെങ്കിൽ മലയാള സിനിമ തന്നെ ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അത്ര നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത ആൾ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സങ്കടമുണ്ട്. അദ്ദേഹം ആ മകനെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയിരിക്കുന്നത്. അയാളൊരു മൃഗസ്നേഹിയാണ്, അതുപോലെ തന്നെ ഒരു മനുഷ്യസ്നേഹിയാണ്, ഹൃദയമുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതായത് അദ്ദേഹം കുറ്റക്കാരനായിട്ട് ഞാൻ കാണുന്നില്ല. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. സിദ്ദിഖിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം നേരം വെളുത്ത്, ഒരു സുപ്രഭാതം, അന്ന് നേരം വെളുത്ത് സിദ്ദിഖ് പുറത്തിറങ്ങി ഗാർഡനിൽ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് ഒരു പട്ടി, ഒരു നായരെ ഭയങ്കര കുരച്ച് നിൽക്കുക. അതേ പട്ടിക്ക് നിന്ന് കുരയ്ക്കുക. അപ്പോൾ വാച്ച്മാനോട് പറഞ്ഞു, എന്താ ആ പട്ടി ഇങ്ങോട്ട് നോക്കി കുരയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ വാച്ച്മാൻ പറഞ്ഞു, എനിക്കറിയില്ല, അതിങ്ങനെ കുരയ്ക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദിഖ് ഗേറ്റിൻ്റെ അവിടെ നിന്നു. സിദ്ദിഖിൻ്റെ വലിയ കോമ്പൗണ്ടുള്ള വീടാണ്. അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ വന്നു. അതിനൊരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് തുറന്നു നോക്കിയപ്പോൾ പിന്നെ ഈ പട്ടിയുണ്ട് സിദ്ദിഖിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ സിദ്ദിഖ് ഇങ്ങോട്ട് വിളിച്ചു. കണ്ടാൽ നല്ല ഐശ്വര്യമുള്ള പട്ടി, പോരാത്തതിന് നല്ല പൈസക്കാരൻ്റെ വീട്ടിലെ പട്ടി, നമ്മുടെ നാടൻ പട്ടിയൊന്നുമല്ല, കഴുത്തിൽ ബെൽറ്റ് ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ സിദ്ദിഖ് ഇങ്ങനെ വിളിച്ചു. പട്ടി വേഗം അങ്ങോട്ട് സിദ്ദിഖിൻ്റെ അടുത്ത് വന്നിരിക്കുക. എല്ലാം മുട്ടി ഉരുമ്പലും കണിയിലൊക്കെ തുടങ്ങി അങ്ങനെ ഭയങ്കര സ്നേഹം കാണിക്കില്ല. അപ്പോൾ സിദ്ദിഖിന് വലിയ ഇഷ്ടമായി. തലയിലൊക്കെ ഒന്ന് തടവി കൊടുത്തു. സിദ്ദിഖ് വേഗം ഇവിടെ നിന്നോട് കൂടിയ സിദ്ദിഖിനെ നേരിട്ട് വീട്ടിലേക്കാണ്ട് ഓടി ചെന്നു. ആ വീടിൻ്റെ കാർപോർച്ചിലെ ഒരു സൈഡിൽ മൂപ്പരവിടെ കിടന്നു. ഇതിപ്പോൾ പാരയായാലോ, സിദ്ദിഖ് വിചാരിച്ചു പാരയായാലോ, അത് ഭക്ഷണത്തിന് പിന്നെ ഭക്ഷണം കിട്ടാണ്ടാണോ എന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടായി, എല്ലാവരും ഇതിന് ഭക്ഷണം കൊടുക്ക്, ഇതവിടെ കിടന്നോട്ടെ, അതിന് പൂ വാങ്ങിച്ച പൊക്കോട്ടെ, ആ ചെറിയ ഗേറ്റ് തുറന്നിടുക, അത് പോകണമെങ്കിൽ പൊക്കോട്ടെ, നിങ്ങൾ അതിനൊരു ഉപദ്രവം ചെയ്യരുത്, അങ്ങനെ ഭക്ഷണം കൊണ്ടു കൊടുത്തു. അതൊക്കെ കഴിച്ചിട്ട് മൂപ്പരവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞു, അത് പോകണമെങ്കിൽ പൊക്കോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ, നല്ല വീട്ടിലൊരു പട്ടിയാണ്, ഇനിയിപ്പോൾ അതിന് സ്നേഹം കൂടി നമ്മുടെ വീട്ടിൽ നിൽക്കുകയെന്ന് വെച്ചാൽ നിന്നോട്ടെ. സിദ്ദിഖിന് വേറെ പട്ടിയുണ്ട്. അങ്ങനെ സിദ്ദിഖ് ഷൂട്ടിങ്ങിന് പോയി. ഷൂട്ടിങ്ങിന് ചെന്നിട്ട് ആള് ഈ ഇവിടേക്ക് വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു, അല്ല നമ്മുടെ പട്ടി എന്തായി? അയ്യോ, അതവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ശരി, സിദ്ദിഖിന് സ്നേഹം നോക്കില്ല പട്ടിയോട്. അങ്ങനെ മൂപ്പര് എന്തുണ്ടായിച്ചാൽ വീണ്ടും ഷൂട്ടിങ് കഴിഞ്ഞു. പിന്നെ വിളിച്ചു ചോദിച്ചില്ല. രാത്രി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വാച്ച്മാനോട് കടന്നു നോക്കിയിട്ട് പട്ടിയെ കാണാനില്ല. വാച്ച്മാനോട് ചോദിച്ചു, എവിടെ നമ്മുടെ പട്ടി? അതൊരു 5 മണിയായപ്പോൾ ഇറങ്ങി ഓടിപ്പോയി, പിന്നെ അത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആ പോട്ടെ, അതിന് വീട്ടിലേക്ക് പോയതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം നേരം എടുത്തിട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ മൂപ്പര് പേപ്പറൊക്കെ വായിച്ച് ഗാർഡനിൽ നടക്കുമ്പോൾ ഈ പട്ടി വന്ന് കുരയ്ക്കിന്. അപ്പോൾ ഗേറ്റ് തുറന്നു, ചെറിയ ഗേറ്റ് തുറന്നു, പട്ടി ഓടി വന്നു. ഇന്നലത്തെ പോലെ തന്നെ വന്നു, അവിടെ നിന്നു, കുറച്ച് ഭക്ഷണം കിട്ടി, അത് കിടന്നുറങ്ങി. അപ്പോൾ സിദ്ദിഖിന് ഭയങ്കര ഒരു ആശ്ചര്യമായി. ഇതെന്തത് ഇങ്ങനെ, എത്രയോ വീടുകൾ ഇവിടെ ഉണ്ട്, അവിടെ ഒന്നും പോയി കുരയ്ക്കാണ്ട് ഈ വീടിൻ്റെ മുമ്പിൽ തന്നെ വന്ന് നിന്ന് കുരയ്ക്കുക, എന്നിട്ട് ഗേറ്റ് തുറക്കുമ്പോൾ വരിക, വന്ന് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, പിന്നെ എങ്ങോട്ടോ പോവുക. അപ്പോൾ വാച്ച്മാനോട് പറഞ്ഞു, ഇന്നും അതവിടെ കിടന്നോട്ടെ, അതിൻ്റെ ഇഷ്ടം പോലെ തോന്നോട്ടെ, നമ്മൾ ഭക്ഷണം കൊടുക്കുക, അതവിടെ കിടന്നോട്ടെ, അതിനെ ആരും ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദിഖ് ഷൂട്ടിങ്ങിന് പോയിട്ട് അതുപോലെ ഉച്ചയ്ക്ക് വിളിച്ചു ചോദിച്ചു, നമ്മുടെ നായ അവിടെ ഉണ്ടാ? ഇല്ല സാർ, അത് ഇന്നലത്തെ നേരമായപ്പോൾ അത് ഓടിപ്പോയി, അതവരവിടെ കിടന്ന് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസത്തൊക്കെ ആവർത്തിച്ചപ്പോൾ വാച്ച്മാനോട് പറഞ്ഞു, നാളെ ആ നായ എവിടേക്കാ പോണ് എന്ന് നീ വാച്ച് ചെയ്യണം. നായ എവിടേക്കാ പോയാലും അതിനെ ഫോളോ ചെയ്ത് അത് ഏത് വീട്ടിലേക്കാണ് പോണ് എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം നായ പോയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 6 മണിയായപ്പോൾ സിദ്ദിഖ് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ അതെനിക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അത് ഭയങ്കര സ്പീഡിലാണ് ഓടണത്. അതിങ്ങനെ ഓരോ ടേണിങ്ങും ഓരോ പറമ്പൊക്കെ കടന്നു പോകണമ്പോൾ എനിക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഇത് മിസ്സായി. എന്തായാലും ഒരു നായനെ ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് പല രീതിയിലും ഓടുക, അത് ഓടണം ഓട്ടമൊന്നും നമുക്ക് ഒപ്പം ഓടിയെത്താനൊന്നും പറ്റില്ല. മനുഷ്യനെ അത് എവിടേക്കാണ് പോകണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് സിദ്ദിഖ് മനസ്സിലായി. സിദ്ദിഖ് പറഞ്ഞു, ഓ ശരിയാണ്, അതിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ നല്ല സ്പീഡിൽ ഓടിപ്പോവും. അപ്പോൾ എന്തായാലും നാളെ വരേണ്ട നോക്കാം. നാളെ അതേ സമയത്ത് തന്നെ ആളെത്തി. ഇതുപോലെ കുരച്ചു വന്ന് കയറി. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞു, അതിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, നമ്മൾ ഭക്ഷണം കൊടുക്കുക,
അതിനെന്തോ ഇവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ നായ അങ്ങനെ ദിവസം വന്ന് ഇവിടെ കിടന്നുറങ്ങണം, പിന്നെ എങ്ങോട്ടോ പോകണം. ഇനി ഞാനൊരു സൂത്രം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് ഒരു കടലാസ് എടുത്തു. ആ കടലാസ് എടുത്തിട്ട് ആ കടലാസിൽ എഴുതി, ഈ നായയുടെ ഉടമസ്ഥൻ ആരാണോ അവരെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നത്. എൻ്റെ പേര് സിദ്ദിഖ് എന്നാണ്, ഞാൻ ഒരു സിനിമാ നടനാണ്. ഈ നമ്മുടെ നായ ദിവസം കാലത്ത് ഇവിടെ വരുന്നുണ്ട്, അങ്ങനെ വന്ന് ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 5 മണിയാകുമ്പോൾ ഇവിടെ നേരിട്ട് പോകുന്നുണ്ട്. ഇതാരാണ് ഈ നായരെ ആളാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് ഒരു കത്ത് എഴുതി മൂപ്പര് നായരെ കഴുത്തിൽ ബെൽറ്റിൻ്റെ അവിടെ കെട്ടിയിട്ടു. നായ കിടന്നുറങ്ങി. കുറച്ച് കഴിയുമ്പോൾ നായ പോയി. അത് കഴിഞ്ഞ് അപ്പോൾ പിറ്റേ ദിവസം നായ വരുന്നത് നോക്കി നിൽക്കും. എന്നും സിദ്ദിഖിനുമ്പോൾ അതൊരു പണിയായി. ഷൂട്ടിങ്ങിന് വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ ആദ്യം വന്ന് പത്രം വായിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്ന് നമ്മുടെ നായ വന്നോ, നല്ല ഐശ്വര്യമുള്ള നായ, അങ്ങനെ വന്ന് നോക്കലെ പണി. അങ്ങനെ വന്നു നോക്കിയപ്പോൾ നായ വന്നു. അപ്പോൾ ഇനി കഴുത്തിലൊരു കടലാസ്. അല്ല, അപ്പോൾ ഈ നായ നമ്മൾ ഒരു കടലാസ് എഴുതി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കടലാസ് പിന്നെയാണ് ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഇനി എടുത്തു നോക്കിയപ്പോൾ ഇനി അത് ആ കടലാസ് അല്ല, വേറൊരു കടലാസ്. ആ നായയുടെ ഉടമസ്ഥൻ ആ കഴുത്തിൽ വേറൊരു കടലാസ് സിദ്ദിഖിന് വേണ്ടി എഴുതി വച്ചിരിക്കുക. അത് ആരുടെ ആയിരിക്കും ആ കത്ത്? നിങ്ങളൊന്ന് ഊഹിക്കുമോ? നിങ്ങൾക്ക് മനസ്സിലായോ അത് ആരുടെ കത്താണ് ആ നായയുടെ കഴുത്തിലുണ്ടാകുന്നതെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ. എന്തായാലും നിങ്ങൾക്ക് ഊഹിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ അതിനെ പറ്റി മറുപടി പറയാൻ നല്ലത്. തമാശന് ഇതൊരു ഫണ്ണായിട്ട് കണക്കാക്കിയാൽ മതി. അത് മൃഗങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ്, ഇത് നടന്ന സംഭവമാണ്. സിദ്ദിഖ് തന്നെയാണ് ഇതൊരു നടനോട് പറഞ്ഞത്. ആ നടനാണ് എന്നോട് പറഞ്ഞത്. സിദ്ദിഖ് പറഞ്ഞത് ഒരു നടനോടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിദ്ദിഖ് പറഞ്ഞത് ലിഷോയ് എന്ന് പറഞ്ഞൊരു നടനാണ്. ലിഷോയ് എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ലിഷോയ് ഇങ്ങനെ കണ്ടപ്പോഴാണ് ലിഷോയ് എന്നോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണ് ആ കത്തിൽ എന്നുള്ളത് നമുക്കറിയണ്ടേ. ആ കത്തിൽ എന്താ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എടോ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ ഇന്ന ആളാണ്, അപ്പൊ അങ്ങേരും ഒരു നടനാണ്. എൻ്റെ നായ അപ്പോൾ നിന്റെ വീട്ടിലാണല്ലേ പകൽ മുഴുവൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിനൊരു കാരണമുണ്ട് കേട്ടാ, അല്ലെ എഴുതി വെക്കുക. അതിനൊരു കാരണമുണ്ട്. എൻ്റെ നായയ്ക്ക് എൻ്റെ ഭാര്യ ഇവിടെ ഒരു സമാധാനം കൊടുക്കുന്നില്ല. അതിനെ ഉറക്കില്ല, അതിനെ ചീത്ത പറയണ്, അതിനെ തെറി പറയണ്, അതിനെ ഒരു ഭയങ്കരമായിട്ട് അതിനെ ഹരാസ് ചെയ്യുന്നു, അതിനെ സ്റ്റാഡിറ്റായിട്ട് അതിനെ വളരെയധികം ക്രൂശിക്കുന്നു. ഇതൊക്കെ കാരണമാണ് ആ നായ നിൻ്റെ അടുത്തേക്ക് വരുന്നത്. നീ എന്നെ കാണാൻ ഇവിടെ വരാറുണ്ടല്ലോ, അത് അവനറിയാം. അതുകൊണ്ടാണ് അവൻ നിൻ്റെ വീട് അന്വേഷിച്ച് വന്നത്. അപ്പോൾ അത് നിൻ്റെ വീട്ടിലാണ് വരുന്നത് എനിക്കറിയില്ലായിരുന്നു. നിൻ്റെ കത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇവൻ സുഖമായിട്ട് ഒരു 6 മണിയാകുമ്പോൾ ഇവിടെ 5-5:30 ആകുമ്പോൾ എത്താറുണ്ട്. നല്ല ഫ്രഷായിട്ട് സന്തോഷവാനായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് അവൻ വരുന്നത്. രാത്രി മുഴുവൻ, ഇപ്പോൾ രാത്രി പകലും ഇവൻ്റെ ഹരാസ്മെൻറ്റ് സഹിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇവിടുന്ന് പോരുന്നത്. അതുപോലെ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഭാര്യയെ കൊണ്ട് ഞാനും പൊറുതി മുട്ടിയിരിക്കുക. എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട് ഞാനും നായരെ കൂടെ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ദയനീയമായിട്ട് മറ്റൊരു നടൻ്റെ കത്ത് നായ ഒരു ഹംസമായിട്ട് കൊണ്ടുവന്ന് സിദ്ദിഖിന് കൊടുത്തു. സിദ്ദിഖ് അപ്പോഴാണ് വിചാരിക്കുന്നത്, ഓഹോ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഭാര്യനെ കൊണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലേ, ഇത്രയും ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ, ഒരു മിണ്ടാപ്രാണിക്ക് പോലും ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഹസ്ബൻഡിൻ്റെ, ആ നടനായ ഹസ്ബൻഡിൻ്റെ കാര്യം പറയണോ? ഞാൻ ഈ നടൻ്റെ പേര് ഞാൻ അവിടെ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് മോശമാണ്, അത് അദ്ദേഹത്തിന് മോശമാണ്. ഇത് പറഞ്ഞ ആളും പറഞ്ഞു, സിദ്ദിഖിൻ്റെ പേര് പറഞ്ഞോ, മറ്റേ നടൻ്റെ പേര് പറയണ്ട, അത് അദ്ദേഹത്തിന് മോശമാണ്, അദ്ദേഹം ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അതിനേക്കാളും മോശമാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, പേര് പറയുന്നില്ല. നമ്മുടെ എറണാകുളത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ ഇതാണ്, മിണ്ടാപ്രാണികൾക്ക് പോലും സമാധാനം കൊടുക്കാത്ത സ്ത്രീകളുണ്ട്. അത് സിദ്ദിഖിന് കൃത്യമായി മനസ്സിലായി. അതിനുശേഷം സിദ്ദിഖ് ഈ നടനെ കാണുമ്പോൾ എപ്പോഴും കളിയാക്കി ചിരിക്കും. ഇപ്പം സമാധാനം കിട്ടുന്നുണ്ടാ, അല്ലെങ്കിൽ ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണ്ട, ലൊക്കേഷനിൽ തന്നെ കിടന്നോ, അല്ലെങ്കിൽ ഹോട്ടൽ റൂമിൽ തന്നെ കിടന്നോ. ഒരു മിണ്ടാപ്രാണിക്ക് പോലും സമാധാനം കൊടുക്കാത്ത അല്ലേ നിങ്ങളുടെ ഭാര്യ എന്ന് ചോദിച്ചിട്ട്
അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നമുക്ക് കുറേ സംഭവങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത്, 10% ആൾക്കാർ മാത്രം സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് കയറ്റി കൊടുക്കുക. അതുപോലെ നിങ്ങൾ ലൈക്ക് അടിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി, നമസ്കാരം. ബൈ.